ഹലോ, അപ്പൊ ഇറങ്ങല്ലേ? ചായ കുടിക്കാണോ? മമ്മി, ഇതാണ് മമ്മിയുടെ ഔട്ട്ലുക്ക്. ഇത് കിളിയുടെ ഔട്ട്ലുക്കാണ്. ഇത് പൊന്നുന്റെ ഔട്ട്ലുക്കാണ്. ഇതിൽ വരാത്ത കഥാനായകൻ. ഈ കഥാനായകൻ നമ്മുടെ കൂട്ടത്തിലില്ല. ദേ പോകുന്നു. ബാക്കി എല്ലാരും ഞങ്ങൾ കൊണ്ടിട്ട് ഗൈസ്. അപ്പൊ എല്ലാരും പോകാൻ തയ്യാറല്ലേ? റെഡി അല്ലേ? മൺഡേ ട്രിപ്പാണ്, വേറെ ഒന്നല്ലേ. പോവാ വരിക. അപ്പൊ ഇറങ്ങാൻ വായു സമയം. ഇനി പോകുമ്പോ ഒരു സമയം, നമ്മൾ എത്തുമ്പോ ഒരു സമയം. ഇവരെ പറഞ്ഞിറക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും ഗൈസ്. ഇതാണ് എന്റെ വീട്ടിലെ മെയിൻ പ്രശ്നം. തയ്യാറായിട്ട് പുറത്തിറക്കാനാണ് ബുദ്ധിമുട്ട് ഇവര്. ഇറങ്ങ സമയം വായു. പേഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? പേഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടല്ലേ? എല്ലാരും ഇരുന്നില്ലേ? കരയാൻ തുടങ്ങിയപ്പോഴേക്ക് ചൂടാവല്ലേ, കുട്ടിക്ക് പേടിയാവും. ഇത്ര ചെറുപ്പത്തിലാണ് പേടിപ്പിക്കല്ലേ. അല്ല പൊന്നു, അത് ശരിയാ. ഭയങ്കര ദേഷ്യപ്പെട്ട കുട്ടീനെ പേടിപ്പിക്കാൻ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതേ പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു കഴിഞ്ഞു കേട്ടോ, തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടുത്തെ പ്രകൃതിയും ആ പച്ചപ്പും കണ്ടുകൊണ്ട് യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എത്തി ചെക്ക് പോസ്റ്റിലാണ് നെല്ലിയാമ്പതിക്കുള്ളത്. അവിടെ കയറുമ്പോൾ തന്നെ പറയും നമ്മൾ 5 മണിക്കുള്ളിൽ നിങ്ങൾ താഴെ ഇറങ്ങണം കേട്ടോ. ഇരുട്ടായി കഴിഞ്ഞാൽ വന്യജീവികളുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന ഏരിയ ആണ് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് നമുക്ക് പോത്തുണ്ടി ഡാമാണ് കേട്ടോ. അതിൻ്റെ പ്രകൃതി ഔട്ട്ലുക്ക് കണ്ടിട്ട് നമ്മളിതേ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ കിട്ടുന്നത് നമ്മൾ നേരെ മൂന്നാർ, ഊട്ടി, വയനാട് യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ചുരം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു ചുരം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരു കറുത്ത കൂട്ടുകാരനാണ് സിംഹവാല കുരങ്ങൻ. അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, വഴിയിൽ നമ്മൾ കണ്ടു. അപ്പം ഇങ്ങനെ യാത്ര ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടിപൊളി ഒരു ഹിൽ ഏരിയ കണ്ടു കേട്ടോ. ഇവിടുത്തെ ബെസ്റ്റ് ഹില്ല് എനിക്ക് കണ്ടപ്പോൾ ഇതാണ് തോന്നി. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പോയിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഔട്ട്ലുക്കൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്യാമറ പിടിച്ച് തിരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ ഗൈസ്. അപ്പോഴാണ് നമ്മുടെ ഒരു കുരങ്ങൂട്ട് എന്നെ നോക്കി കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ ഒരു പഴം കൊടുത്തിട്ട് അവന് ഞാൻ ഹാപ്പിയാക്കി വിട്ടു. അപ്പോഴല്ലേ, അവൻ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു കേട്ടോ. പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പണി തന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ മുന്നോട്ട് പറഞ്ഞ ഒരു ആനക്കൂട്ടം ഇതേ ഈ വഴി കൂടെ താഴത്തേക്ക് പോകേണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും വണ്ടി നിർത്തി അങ്ങോട്ട് വീഡിയോ എടുക്കലായിരുന്നു. അപ്പോൾ ആ വഴിക്ക് നമ്മൾ നിർത്താണ്ട് നേരെ വിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. സീതാകുണ്ടു എസ്റ്റേറ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങോട്ടായി. ഇപ്പോൾ ഇവിടെ നമ്മൾ കയറുന്ന വശം നമ്മുടെ വണ്ടി നമ്പറും സ്ഥലം ഇതൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഹോട്ടലിൽ നോക്കിയാൽ, ഹോട്ടലൊന്നുമല്ല, നോർമൽ ഷെഡ് കെട്ടി അവിടെ ഒരു ഭക്ഷണം തരുന്ന സ്ഥലമാണുള്ളത്. നല്ല വെയിലാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം. പൊളി വൈബാണ്. എത്ര വെയിൽ, നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. അല്ലേ, ഓ മൈ ഗോഡ്. ഓഹോ, കിളിക്കൊഞ്ചു. നല്ല തണുത്ത കാറ്റില്ല. അങ്ങോട്ട് പോവാ, എന്റെ ഞങ്ങള് ഉണ്ണിക്കണ്ണനും കൊണ്ട് വ്യൂ പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. Oh my God. അടിപൊളി പ്ലേസ് അല്ലേ കാണാനായിട്ട്. Oh my God. പാപ്പി അച്ഛൻ്റെ വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. എന്താ മമ്മി, കാലിനെന്തിരി പറ്റുന്നുണ്ടോ? വയ്യായി ഉണ്ടോ?
സോ ഗൈസ് മമ്മി ക്ഷീണിതനായി. ഹലോ, അമ്പോ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഹലോ, അപ്പൊ ഇതാണ് നമ്മൾ കാണാൻ വന്ന വ്യൂ പോയിന്റ് ഗൈസ്. വെരി ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഒന്ന് വന്ന് കാണേണ്ടതാണ്. നമുക്കൊന്ന് മനസ്സൊക്കെ നല്ല ഫ്രീ മൈൻഡ്, അതുപോലെ നല്ല കുളിർമത തോന്നും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. നല്ലൊരു ഫീൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ഒരു ചുമ്മാ യാത്ര ചെയ്യണമെങ്കിൽ വൺ ഡേ ട്രിപ്പായിട്ട് ഇങ്ങ് പോരുക, വണ്ടി എടുത്ത് ഒന്നും നോക്കരുത്. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെ കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മളിത് എനിക്ക് ഔട്ട്പുട്ട് ലുക്കായിട്ട് തോന്നിയത് ഒരു മരം ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല ഇവിടെ ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും ഞാൻ വിചാരിക്കുമായിരുന്നു. അപ്പോൾ നല്ല ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞതേ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല കുറേ ഫോട്ടോസൊക്കെ കയറിയിരിക്കുന്ന ഫോട്ടോ എടുക്കാലോ. കേറിയിരിക്കേ കുഞ്ഞുകണ്ണനെ കയറ്റിയെടുത്ത്. കുഞ്ഞുകണ്ണൻ കേറാൻ പറ്റുന്നില്ലേ? ഓ സന്തോഷായിട്ട് വയ്യ കുട്ടിക്ക് സന്തോഷായിട്ട് വയ്യ. നിങ്ങൾ കാണിക്കല്ലേ, ഒന്നും ചെയ്യില്ലേ? നിങ്ങൾ കാണിക്കല്ലേ? വേണ്ട 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 വേണ്ട, പോവാ. വണ്ടിമ കേറി ചാടിക്കോളൂ. ഇവിടെ വണ്ടി കൊടുക്കണ്ടാ, കൊടുക്കണ്ട, പഴം കൊടുക്കണ്ട. ഇനി പോവില്ല കരണ്ട്. വേണ്ട വേണ്ട വേണ്ട, പോയി 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 പോയി.